ഒട്ടുമിക്ക ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ട്രേഡ് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടം വരും. പിന്നെ അത് കഴിഞ്ഞ് ആ നഷ്ടം നികത്താൻ വേണ്ടി വീണ്ടും നമ്മൾ ട്രേഡുകൾ എടുക്കും. അപ്പോൾ ആ വീണ്ടും ലോസിലേക്ക് പോകും. അങ്ങനെ നഷ്ടത്തിന്റെ കൂമ്പാരമാവുകയും പിന്നീട് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ വെറും പറ്റിപ്പാണെന്നും നമ്മളെ പറ്റിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ തള്ളിപ്പറയുകയും മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും നമ്മുടെ പൈസ എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവസ്ഥയുമാണ് ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സാഹചര്യം ശരിക്കും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് വരുന്നത്. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും റിക്കവർ ചെയ്യുക എന്നുള്ളതല്ല, നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തന്നെ പറ്റും. പക്ഷെ ആരും ഇതിന് മെനക്കെടാറില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ടും സെബിയുടെ രജിസ്ട്രേഷനുള്ള അനലിസ്റ്റുകൾ പറയുന്ന കൃത്യമായിട്ടുള്ള ട്രേഡുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 80% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ എല്ലാ സ്ഥിരതയോടെ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു അനലിസ്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം വെർഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കിട്ടും. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരാതിരിക്കുകയും ലോങ് ടൈമിലേക്കോ മിഡ് ടൈമിലേക്കോ ഷോർട്ട് ടൈമായിട്ടൊക്കെ നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കാം. കൃത്യമായിട്ടുള്ള ടാർഗറ്റ്, അതായത് എവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് വാങ്ങണം, എൻട്രി പ്രൈസ് എത്രയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്, എത്ര രൂപയാണ് ടാർഗറ്റ് വയ്ക്കേണ്ടത്, ഇത് കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഈ ആപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിലേക്ക് ഡയറക്റ്റ് ട്രേഡ് എടുക്കാനും പറ്റും, പോർട്ട്ഫോളിയോയും നോക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്, നമുക്ക് ഒരിക്കലും നഷ്ടം വരാതിരിക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3200 രൂപ നിങ്ങൾ പ്രീമിയം അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അല്ല എങ്കിൽ നിങ്ങൾ പെയ്ഡ് വേർഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് അത് ആപ്ലിക്കേഷൻ പേയ്മെൻറ്റ് പ്രീമിയം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ കോഡൊന്ന് യൂസ് ചെയ്യുക, ലിങ്ക് ഉപയോഗിക്കുക. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ സപ്പോർട്ട് കൂടെ ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ഫസ്റ്റ് വരുന്നത്. നമ്മൾ ആദ്യം ഒന്ന് സൈനപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈനപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതായത് നമുക്കിവിടെ സൈനപ്പ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പരും നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു OTP വരും നമ്മുടെ ഫോണിലേക്ക്. അപ്പോൾ ആ OTP ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫില്ലാവും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്നും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ID തന്നെ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ വെരിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് സൈനപ്പാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് എപ്പോഴെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അൺഇൻസ്റ്റാളോ ഡിലീറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീണ്ടും നമുക്ക് ഇത് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ കൊടുത്തതിന് ശേഷം പേര് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID എടുത്ത് കൊടുക്കണം. അപ്പോൾ ഇമെയിൽ ID നമുക്കവിടെ കൃത്യമായിട്ട് കൊടുക്കാൻ അറിയില്ലെങ്കിൽ ഫിൽ ഡീറ്റെയിൽസ് യൂസിങ് ഗൂഗിൾ കൊടുത്തു കഴിഞ്ഞാലും നമുക്കിതുപോലെ കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇമെയിൽ ID ഒക്കെ നമുക്കവിടെ അവൈലബിൾ ആയിട്ട് വരും. അതിനുശേഷം ഇവിടെ റെഫറൽ കോഡ്, ഞാൻ ഈ റെഫറൽ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഈ റെഫറൽ കോഡ് നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 3250 രൂപ ഡിസ്കൗണ്ട് കിട്ടുകയുള്ളൂ പ്രീമിയം എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 5 സ്റ്റോക്കുകളുടെ പിക്കപ്പൊക്കെ കിട്ടും ഫ്രീ ആയിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് 1 വർഷത്തോളം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം വെർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3250 രൂപ
ടോട്ടൽ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ കോഡ് കൂടെ ഒന്ന് ഉപയോഗിക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫസ്റ്റ് ടൈം ഓപ്പണായി വരുന്നത്. ഇതുപോലെ ഫസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്കുണ്ടാവും. അതായത് 800-ലധികം ക്ലോസ് ചെയ്തിട്ടുണ്ട്, അതായത് ട്രേഡുകൾ. അതെല്ലാം തന്നെ നമുക്ക് വൻപിച്ച 90% പ്രോഫിറ്റ് കിട്ടിയതാണ് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതെടുക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നതാണ്. നമുക്ക് പല രീതിയിൽ ഇതിൽ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുണ്ട്. 1 വർഷത്തേക്ക്, 5 വർഷത്തേക്ക് 9,900, 12 മാസത്തേക്ക് 2000 സംതിങ്. അപ്പോൾ ഇതൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുന്നതാണ് ഈ ലിങ്ക് ഉപയോഗിച്ചതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനെ ഒരു ചെറിയൊരു സാധ്യത കൂടെ നമുക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതല്ല വിഷയം, നമ്മുടെ ആപ്ലിക്കേഷൻ എന്താണ് കാര്യം, എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രീമിയം വേർഷൻ എന്താണെന്നും കൂടെ കാണിച്ചു തരാം. അതിനുശേഷം ആദ്യം നമുക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് മാർക്കറ്റ്, സ്ക്രീനർ, ട്രേഡർ, മൾട്ടി ബാഗറായിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഫ്യൂച്ചറാണ്. അതായത് നമുക്ക് ഒരാളുടെയും ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല എങ്കിലും നമുക്ക് ഒരു 80% പ്രോഫിറ്റോടെ നമുക്ക് എല്ലാം ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാ ഇവിടെ ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഇവരൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ സെബിയുടെ രജിസ്ട്രേഷനുള്ള ഒരു അനലിസ്റ്റ് കമ്പനിയാണിത്, യൂണിബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ടും ഇവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കാം. നമ്മൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴി പെയ്ഡ് കോളുകൾ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന കോളുകൾ കുറച്ച് ദിവസം ശരിയാവുകയും പിന്നെ നമുക്ക് വൻപൻ പറ്റിച്ച് നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും പറയുന്ന ടാർഗറ്റും അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസും ഒക്കെ വയ്ക്കും, അത് നമുക്ക് നഷ്ടം വരും. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ 90% നമുക്ക് ആക്യുറസി കിട്ടുന്ന കോളുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ അവർ ടിക്ക് മാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, സെബി രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഷോർട്ട് ടൈം, മിഡ് ടൈം, ലോങ് ടൈം, പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനും ഉള്ള കോളുകൾ ഇവരിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈം, മിഡ് ടൈം ഈ 2 ഓപ്ഷൻസിലുള്ള സ്റ്റോക്കുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ലൈവ് ട്രേഡ് എടുക്കാൻ വേണ്ടി ഇതാ ഇവിടെ കണ്ടോ, ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് കിട്ടുന്നത്. പൊട്ടൻഷ്യൽ ലെഫ്റ്റ് 8% എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം കോളുകൾ ഇങ്ങനെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രീമിയം വെർഷൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമായിരിക്കും അതിൻ്റെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പൈസ കൊടുത്ത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു ആപ്പ് എടുക്കുന്നതെന്ന്. പറഞ്ഞു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങളിതെടുത്തിട്ട് മറ്റൊരാൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3250 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ നഷ്ടം ഒഴിവായി എന്നാദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ മറ്റൊരാളെ കൂടെ ഇതിൽ ചേർത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മുടക്കിയ മുതൽ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം പൈസ ഈ ഒരു രീതിയിൽ പോകില്ല. പിന്നെ നമുക്ക് ഇവർ കൃത്യമായിട്ട് നമുക്ക് ഒരു 50,000 1 ലക്ഷം രൂപയൊക്കെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ പൈസ വളരെയധികം വിലയേറിയതായിരിക്കും. അപ്പോൾ ആ പൈസ നഷ്ടപ്പെടാതെ നമുക്ക് അതിൽ നിന്നും ഒരു 50%, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് 1.5 ലക്ഷം രൂപയായിട്ട് ഒരു വർഷത്തിൽ തിരിച്ചു കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. സ്റ്റോക്കുകളിൽ ഉറപ്പായിട്ടും കിട്ടാനുള്ള സാധ്യതയാണ് ഇവരിവിടെ പറയുന്നത്. പിന്നെ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ് മൾട്ടി ബഗേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതായത് അടുത്ത് ചെറിയ കമ്പനികൾ, വളരെയധികം വളരാൻ സാധ്യതയുള്ള കമ്പനികളെ ഇവരിവിടെ കറക്റ്റായിട്ട് സിഗ്നൽസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അനലൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ടോട്ടലായിട്ട് നോക്കാം. ആദ്യം മാർക്കറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് മാർക്കറ്റ് കാണാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എങ്ങനെയാണ്, പിന്നെ ഡെയിലി ഫ്രഷ് ബ്രേക്കൗട്ട് ആവുന്ന സ്റ്റോക്കുകളെ നമുക്ക് ഇവരിവിടെ കാണിച്ചു തരും. അപ്പോൾ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വീക്കിലി ബ്രേക്കൗട്ട് ആവുന്നത്, ഓവർ സോൾഡ് സ്റ്റോക്കുകൾ, പിന്നെ അടുത്ത് ബ്രേക്കൗട്ട് ആയ സാധനം, ഷോർട്ട് ടൈം. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത് ബ്രേക്കൗട്ട് ആവാൻ പോകുന്നതിൻ്റെ ഒക്കെ നമുക്ക് ഇവരിവിടെ കാണിച്ചു തരും. അപ്പോൾ പിന്നെ FIA ഹോൾഡിംഗ് ചേഞ്ചസ്, പലരും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എത്ര വാങ്ങി എത്ര വിറ്റു എന്ന് പറയും. പക്ഷേ അവരെത്രയാണ് വാങ്ങിയിട്ട് ചേഞ്ച് ചെയ്തത്, മറ്റുള്ള സ്റ്റോക്കുകളിലേക്ക് പോയത് എത്രയാണ്, അങ്ങനെയുള്ളതൊന്നും പൈസ കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിവിടെ കൊടുക്കും. പിന്നെ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന, വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് ഹൈ ഡിവിഡൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ IDFC, BPCL നമുക്കറിയാവുന്ന കമ്പനികൾ തന്നെയാണ്. ഇതെല്ലാം ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളാണ്. അപ്പോൾ ഈ കമ്പനികളെ നമുക്ക് കണ്ടുപിടിച്ച് നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്, നമുക്കത് വാങ്ങാൻ പറ്റും. പിന്നെ
ഏണിംഗ് അനൗൺസ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതായത് എങ്ങനെയാണ് നമുക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ തന്നെ ഇവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് പെയ്ഡ് വെർഷനായിട്ട് കാണിച്ചു തരുമ്പോഴായിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാനിത് പെയ്ഡ് വെർഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെയാണ്, കാരണം അത്രയും ഹൈലി റെക്കമെൻഡഡ് ആയിട്ടാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് നമുക്കിത് ഇവിടെ ഒരു സൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അതിൽ ഇവരിവിടെ കൊടുത്തിരിക്കും എന്തൊക്കെയാണ്, എന്തിനാണ്, എത്രയാണ് ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇതെവിടെ കണ്ടോ, ഇപ്പോൾ സൊമാറ്റോയുടെ വില 259 രൂപ, സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് 239 രൂപ, ടാർഗറ്റ് എത്ര രൂപ എന്ന് ചോദിച്ചാൽ 273. അതായത് നമ്മളിപ്പോൾ ഇത് എൻട്രി റേഞ്ച് നമ്മൾ 255-നും 262-നും ഇടയിലാണ് ഈ സ്റ്റോക്കിൻ്റെ വില. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിതിലേക്ക് എടുക്കാം, നമുക്ക് ഇത് വാങ്ങാം. സജസ്റ്റഡ് എൻട്രി അറ്റ്, അതായത് 256 രൂപയിലാണ് നമ്മളിത് വാങ്ങേണ്ടത്. അപ്പോൾ ഇനി 262 വരെ ആവുന്നത് വരെയും നമുക്കിത് വാങ്ങാം. അതിനുശേഷം നമ്മൾ അപ്പോഴും തന്നെ വാങ്ങുമ്പോൾ ഒരു സെൽ ഓർഡർ വയ്ക്കുക, സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് 230, അതായത് താഴേക്ക് പോവുകയാണെങ്കിൽ അധികം നഷ്ടം വരാതിരിക്കാൻ. അടുത്ത് ഇത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ 273 രൂപയാകുമ്പോൾ നമുക്ക് സെല്ലാവണം. അതിനുവേണ്ടിയാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൽ ഓർഡർ വയ്ക്കുക. ഇത്രയും നമ്മൾ വയ്ക്കേണ്ടത് ഒരു ഹോൾഡിംഗ് ഡ്യൂറേഷനാണ്, അതായത് ഒരു 3 മാസത്തേക്ക് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5% പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ കാണുമ്പോൾ പലരും വിചാരിക്കും 5% പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണോ ഈ ഒരു ആപ്പ് വാങ്ങിയെന്ന്. പലരും ഇൻട്രാഡേ ചെയ്ത് ഡെയിലി 5-10% നഷ്ടം വരുത്തി നമ്മുടെ പൈസ എല്ലാം കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ടെൻഷനൊന്നുമില്ല, വയ്ക്കുക, ഒരു GTT ഓർഡറായിട്ട് പ്ലേസ് ചെയ്യുക. ഏഞ്ചൽ ഒന്ന് അടക്കം ഈ ആപ്ലിക്കേഷൻ നമുക്ക് നേരിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് പെയ്ഡ് വെർഷനൊക്കെ എടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ പെയ്ഡ് വെർഷൻ എടുത്തിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ലിങ്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ സ്റ്റോക്കിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചാർട്ടുണ്ട്, വ്യൂ ചാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ചാർട്ട് അവൈലബിൾ ആണ്. അതായത് ഒറിജിനൽ ട്രേഡിംഗ് വ്യൂവിൻ്റെ ചാർട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സൊമാറ്റോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് എക്സ്പെക്റ്റേഷൻ, അതായത് നമുക്ക് എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ട്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ, ലോങ് ടൈമിലേക്ക് ഇത് കൊള്ളാമോ, അടുത്ത് കുറച്ച് ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതാണോ, ഇത് അത്ര നല്ലതായിട്ടല്ല അവർ കാണിക്കുന്നത്, കറക്റ്റായിട്ട് കാണിക്കും. പിന്നെ ക്വാർട്ടർലി റിസൾട്ട് എത്രയാണ്, ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ന്യൂസ്. അപ്പോൾ നമുക്ക് എല്ലാം ഒരു വിരൽത്തുമ്പിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്കിതിൻ്റെ PE റേഷ്യോ, ഫണ്ടമെൻ്റലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളവർക്ക് ആ ഡീറ്റെയിലുകളെല്ലാം തന്നെ ഇവിടെ താഴേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളത് വാങ്ങുക എന്നല്ല, ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിക്കുക. നമ്മളിതെല്ലാം വാങ്ങി നമ്മളിത് ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ പോലും നമുക്ക് നല്ല കോളുകൾ എടുക്കാൻ പറ്റും, നല്ല റെക്കമെൻഡേഷൻ അവർ തരും. പിന്നെ അതുപോലെ സ്ക്രീനർ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡെയിലി ബ്രേക്കൗട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വളരെയധികം കുറച്ച് പൈസ മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം, എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. ഒരുപാടൊന്നും ട്രേഡിങ്ങിനെ പറ്റി അറിയില്ല എങ്കിൽ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളത് തന്നെയാണ്, ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിയിട്ടതിന് ശേഷം പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഏത് ആപ്പാണോ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഏഞ്ചൽ ലോൺ ആണ്, അല്ലെങ്കിൽ ഗ്രോ ആണ്, അല്ലെങ്കിൽ സെറോദയാണ്, അപ്സ്റ്റോക്സ് ആണെങ്കിൽ നമുക്കത് ലിങ്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഏഞ്ചൽ ലോൺ ആണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ യൂസർ ID ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഒരു ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഏഞ്ചൽ ലോൺ ആപ്പിനകത്തുള്ള എല്ലാ ഡീറ്റെയിലും ഇതിനകത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ കാണാനും പറ്റും. ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് ഏഞ്ചൽ ലോൺ ആപ്പിലേക്ക് ട്രേഡ് എടുക്കാനും പറ്റും. അപ്പോൾ അത് ഭയങ്കര അധികം യൂസ്ഫുള്ളാണ്. ഇവിടെ മുൻപെടുത്തതും വിറ്റതുമായിട്ടുള്ളൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇവിടെ പോർട്ട്ഫോളിയോയിൽ കൊടുത്തിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ പൊസിഷൻസിൽ വരും, നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ അതും ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അത് വളരെയധികം യൂസ്ഫുള്ളാണ്. പിന്നെ ഓക്കെ,
ഇവിടെ ട്രേഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും താഴെ സെൻറ്ററിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റോക്കിൻ്റെ ഏതെങ്കിലും സ്റ്റോക്കുകൾ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആവറേജ് റിട്ടേൺ 7%, 47 ദിവസത്തിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അവർ കൊടുത്തിരിക്കും. അല്ലാതെ അവരുടെ പ്രോഫിറ്റ് ഇവിടെ 8% പ്രോഫിറ്റ് ഇതിൻ്റെ ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റോക്കുകളും ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻസിൽ ഉള്ള കോളുകളെല്ലാം അതാ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിൻ്റെ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്ഡേറ്റ് ആയിരിക്കണം. നമ്മൾ ഇക്വിറ്റിയിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ എടുത്തിരുന്നാലും പ്രശ്നമൊന്നുമില്ല, ലോങ് ടൈമും ഷോർട്ട് ടൈമും. പക്ഷേ ഇത് ആ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമ്മളത് ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല് ചെയ്യുക. അല്ല എങ്കിൽ നമുക്കത് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്കിൽ ഒരു സിങ് ട്രേഡൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായിരിക്കും ഇത് കൂടുതലും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അധികം ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും GTT ഓർഡറായിട്ട് 1 വർഷത്തേക്ക് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന GTT ഓർഡറുകളായിട്ട് ഇത് പ്ലേസ് ചെയ്യാനുള്ള ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് കൃത്യമായിട്ടും ഉണ്ടാക്കാൻ പറ്റും, സ്ഥിരതയോടെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വെൽത്ത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മറുപടിയിലൂടെയോ അല്ലെങ്കിൽ വീഡിയോയിലൂടെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ്.